അപ്പൊ നമുക്ക് എന്നാ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന ഒരുവിധം കുട്ടികളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, പ്രിലിംസ് കഴിഞ്ഞ് നമുക്ക് ഒട്ടും സമയം കിട്ടാത്ത ഒരു പ്രോസസ്സാണ് ഈ മെയിൻസിലേക്കുള്ള പഠനം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കഷ്ടിച്ച് ഒരു 2 മാസം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇന്നലെ നമുക്ക് ജൂൺ 2-ാം തീയതിയായി. ഇപ്പൊ നമുക്ക് 2 മാസത്തിലെ ആദ്യത്തെ ഒരു ദിവസം 1-2 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടമായി. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പഠിക്കാനാണെങ്കിൽ കുറച്ചേറെ സബ്ജക്റ്റുകളും ഒക്കെ ഉണ്ട്. 2 പേപ്പറുകളിലായിട്ട് കുറച്ച് കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി എക്സാം എഴുതിയിട്ട് പ്രിലിംസ് എഴുതിയിട്ട് അല്ലെങ്കിൽ ഇനി എഴുതാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോരുത്തർക്കും അറിയാം എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, ഞാൻ ഈ എക്സാം ക്രാക്ക് ചെയ്യും എന്നുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൻസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അധികം സമയമില്ല. പ്രത്യേകിച്ച് അടുത്ത സ്റ്റേജ് എഴുതാൻ പോകുന്നവർക്ക് കുറച്ചുകൂടി സമയം കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജ് പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് ഫസ്റ്റ് സ്റ്റേജ് എഴുതിയവരെക്കാളും സമയം വളരെ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പൊ നിങ്ങളോട് ആദ്യമേ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാണ്. ഒട്ടും ടൈമില്ല. നമുക്ക് എന്തില്ല, ഒട്ടും ടൈമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പോ മെയിൻസിന്റെ സിലബസ് എല്ലാവരും കണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മെയിൻസിന്റെ സിലബസ് കണ്ടവരല്ലേ? ആണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മെയിൻസിന്റെ സിലബസ് കണ്ടവരാണോ? മെയിൻസിന്റെ സിലബസ് ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ്. അപ്പൊ നമ്മള് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, മാത്രമല്ല ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആ സിലബസ് ആണ്. പ്രത്യേകിച്ച് ഈ ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ടും നിങ്ങളുടെ സിലബസ് പഠിക്കണം. കാരണം എന്തെന്നറിയാവോ, നമുക്ക് അധികം സമയമില്ല. സിലബസിൽ നിന്ന് ഒരു അണുവിട തെറ്റാതെ നമുക്ക് ഒരുപാട് അങ്ങ് പോകാനായിട്ടും സിലബസിൽ നിന്ന് കുറച്ച് പഠിക്കാനായിട്ടും ഒന്നും നമുക്ക് സമയമില്ല. എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ആ ഫ്രെയിം വർക്കിൽ നിന്ന് പഠിക്കാനായിട്ട് മാത്രമേ നമുക്കിനി സമയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഇനിയും ആരെങ്കിലും സിലബസ് കാണാത്തവർ അല്ലെങ്കിൽ സിലബസ് എടുത്ത് വായിക്കാത്തവരാണെങ്കിൽ അവരോട് പറയുകയാണ്, കൃത്യമായിട്ട് സിലബസ് നോക്കി വെക്കുക. സിലബസ് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ആ ഒരു സിലബസ് നൽകുക. നിങ്ങൾ ഏത് വഴിയിൽ കൂടി പോകണം, നിങ്ങൾ വഴി തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫ്രെയിം വർക്കാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ട് ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിനകത്ത് നിന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതിന് പുറത്തേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. ക്ലിയർ ആണോ? പഠിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോ ഇനി അധികം സമയമില്ല. ഞാൻ നിങ്ങളോട് 2-3 തവണ ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം തന്നെ എന്താണ്, ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സമയമുണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് എന്തുണ്ട്, 2 പേപ്പർ ഉണ്ട്. പേപ്പർ 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ചില ടോപ്പിക്കുകൾ കൂടി പേപ്പർ 2വിനകത്ത് കയറി വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു PSCയുടെ കാറ്റഗറിയിലേക്ക് മറ്റ് ടെക്നിക്കൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ ചില സ്പെഷ്യലൈസേഷൻ വേണ്ട പരീക്ഷകൾക്കും ഒക്കെ ഈ ഒരു ടോപ്പിക്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് കയറി വരാറുണ്ട്. പ്രത്യേകിച്ച് ഡിവിഷണൽ അക്കൗണ്ടന്റ് പോലെയുള്ള, അല്ലാതെ അക്കൗണ്ടിങ്ങുമായിട്ട് കോർപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷകൾക്ക് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് സാധാരണ കൊടുക്കാറുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ജനറൽ PSCക്ക് ഇത് വളരെ ചുരുക്കമായിട്ട് അങ്ങനെ വരാറുള്ളൂ. അല്ലാതെയുള്ള എക്സാമുകൾക്കൊക്കെ വളരെ ചുരുക്കം പരീക്ഷകൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. എനിവേസ് നമ്മുടെ ഈ ഒരു മെയിൻസ് പേപ്പറിനകത്തേക്ക് എന്ത് ചെയ്തു, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് സെക്കൻഡ് പേപ്പറിലെ മൊഡ്യൂൾ 2 ആയിട്ട് ഉൾപ്പെട്ടു. നിങ്ങൾ മുന്നേ ഇങ്ങനെ ഒരു ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കേട്ടിട്ടോ പഠിച്ചിട്ടോ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? സാധാരണയായിട്ട് ഇത് കേൾക്കാനായിട്ട് ചാൻസ് ഉള്ള വിഭാഗക്കാര് കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. കൊമേഴ്സ്, അതുപോലെ തന്നെ BCom സ്റ്റുഡൻസ് ഒക്കെ, അതുപോലെ തന്നെ അല്ലാത്ത ചില സ്ട്രീമുകളിൽ ഒരു ചെറിയ ടോപ്പിക്കായിട്ട് ഇത് വരാറുണ്ട്. എന്നാൽ കൂടുതലും ഇത് പഠിക്കുന്നത് +2 കൊമേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് അല്ലെ.
അതെ, നിങ്ങളുടെ +2 കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്കും കൂടെ ആകട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ പഠിച്ചതൊക്കെ ഓർമ്മ വരട്ടെ. നമ്മുടെ +2-ല് +1 +2 പ്രത്യേകിച്ച് +1-ലെ NCERT-യിലാണ് ഇത് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത്, മാനേജ്മെന്റിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ചുവന്ന പേനയിട്ട് എഴുതുമ്പോൾ റെഡ് ഇട്ട് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അതോ നിങ്ങളുടെ കണ്ണിന് നല്ലത് ചുവപ്പാണോ റെഡ് ആണോ ബ്ലൂ ആണോ എന്ന് പറയാവോ? ഏതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു എന്താ നിങ്ങളുടെ കണ്ണിന് വലിയ സ്ട്രെസ് ഇല്ലാതെ കാണാൻ പറ്റുന്നത്? റെഡ് ആണോ ബ്ലൂ ആണോ? ഞാൻ ഏത് ഇങ്ക് ഉപയോഗിക്കുമ്പോഴാണ് റെഡ് ആണോ നല്ലത്? ശരി, അപ്പൊ ഞാൻ റെഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാൻ റെഡ് ഉപയോഗിക്കുവാണേ. കാരണം ചില കുട്ടികൾക്ക് റെഡ് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരാം. 10 മാർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൊഡ്യൂൾ 2-ല്, അതായത് പേപ്പർ 2-ല് മൊഡ്യൂൾ 2-ലാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പേപ്പർ 2-ല് മൊഡ്യൂൾ 1 ഏതാടാ? മൊഡ്യൂൾ 1 ഏതാ? ഇതിന്റെ തൊട്ട് മുകളിൽ നിന്ന് ചേട്ടനായിട്ട് വരുന്ന സാധനമാണ്. മൊഡ്യൂൾ ഏതാ? മൊഡ്യൂൾ 1 ഏതാ? മൊഡ്യൂൾ 1 ഏതാ? പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 10 മാർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സിലബസിനകത്ത് കവർ ചെയ്യാനുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം കവർ ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു NCERT-ക്കകത്ത് എന്ത് പറയുന്നുണ്ട്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് NCERT +1 NCERT-യില് ആദ്യത്തെ ഒരു 2 ചാപ്റ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പ്ലസ് ഇഗ്നോവിലെ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഗ്നോ യൂണിവേഴ്സിറ്റി അവരുടെ മെറ്റീരിയൽസ് ഉണ്ട്. ഇതായിരിക്കും നമ്മൾ എടുക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് NCERT പ്ലസ് ഇഗ്നോ മെറ്റീരിയൽ ആയിരിക്കും. ഈ 2 മെറ്റീരിയൽ ആയിരിക്കും നമ്മുടെ ക്ലാസിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. വെറുതെ ക്ലാസ് എടുത്ത് പോവുകയല്ല, ഇത് ഒരു തിയറി പേപ്പർ ആണ്. നിങ്ങൾക്കറിയാം, തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ ഓരോ വരികൾക്കിടയിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കൂടുതൽ മുഖവര പറയുന്നില്ല, ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ആദ്യത്തെ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ സിലബസ് കാണിച്ചു തരും കേട്ടോ. എല്ലാ ദിവസവും സിലബസിനകത്ത് നിന്ന് മാത്രം നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും സിലബസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് സിലബസിനകത്ത് നിന്ന് ഏതാണ് എടുക്കുന്നതെന്നും കൂടെ നിങ്ങളോട് പറഞ്ഞുതരും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് നോക്കാനുള്ളത്. ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോ നിങ്ങൾക്കറിയാം, പല ടേമുകൾക്കും മീനിങ്ങും ഉണ്ട്, ഡെഫിനിഷനും ഉണ്ട്. അപ്പൊ മീനിങ് എന്ന് പറയുന്നത് ഒരു അർത്ഥം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. പല അർത്ഥങ്ങൾ, ഒരു ടേമിന് പല അർത്ഥങ്ങൾ വരാറുണ്ട്. പക്ഷെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അത് ചില സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ, അതായത് ആ ടേം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണോ ആ മേഖലയിലെ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെ കോട്ട് ചെയ്ത്, ആ സ്ഥാപനങ്ങളോ വ്യക്തികളോ കോട്ട് ചെയ്ത് പറയുന്നതാണ് ഡെഫിനിഷനുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റിലെ ഡെഫിനിഷനുകൾ നൽകിയിട്ടുള്ളത് ആരായിരിക്കും? മാനേജ്മെന്റിലെ നോട്ടഡ് ഫിഗേഴ്സ് ആയിരിക്കും. മാനേജ്മെന്റിൽ ഏതൊക്കെ മാനേജ്മെന്റ് തിയറിസ്റ്റുകൾ ഉണ്ടോ അവരായിരിക്കും ആ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. ഇനി എന്റെ ചോദ്യം, ഈ ഡെഫിനിഷനുകൾ ചോദിക്കാറുണ്ടോ? പരീക്ഷയ്ക്ക് ഈ ഡെഫിനിഷൻ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ചോദിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിലേക്ക് കടക്കുവാണെങ്കിൽ എന്താണ് മാനേജ്മെന്റ്? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്, എന്താണ് മാനേജ്മെന്റ്? നിങ്ങൾക്കറിയാം, ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ ഈ വാക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്ക് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലെ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, സ്കൂൾ
സ്കൂൾ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് മാനേജ്മെന്റുകൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ലൈഫ് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, നമ്മുടെ കൂട്ടുകാരെ നമ്മൾ മാനേജ് ചെയ്ത്, നമ്മുടെ റിലേഷൻസ് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മാനേജ് എന്നുള്ള പറയുന്ന വാക്ക് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലെ. സോ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഹ്യൂമൻ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അടുത്ത ഡിഗ്രി മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ പഠിത്തത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മാനേജ് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോ നിങ്ങൾ ഈ പറയുന്ന 5 ഫംഗ്ഷനുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. എന്താണ് മാനേജ്മെന്റ്? നമ്മൾ ഇനി അങ്ങോട്ട് ഓരോന്നും എടുത്ത് പഠിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, എന്റെ കൂടെ പറയണേ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കും എന്താണ് മാനേജ്മെന്റ്. സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് പറയുക. എന്താണ് മാനേജ്മെന്റ്? ഈസ് planning, management process. Management is a process of planning, organizing, staffing, directing and controlling. ഇനി ആരെയാണ് നിങ്ങളോട് പറയുവാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സസിനെ മാത്രമാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത്? അതായത് മനുഷ്യരെ മാത്രമാണോ നമ്മൾ മാനേജ് ചെയ്യുന്നത്? അല്ലല്ല, മനുഷ്യരെ നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു 10 രൂപ തന്നാൽ ആ 10 രൂപ എങ്ങനെ നിങ്ങൾ ചെലവാക്കണമെന്ന് വിചാരിക്കുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സിനെ നിങ്ങൾ മാനേജ് ചെയ്യുകയാണ് അവിടെ. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന സാലറി നമ്മൾ മാനേജ് ചെയ്താണ് ഉപയോഗിക്കുന്നത് അല്ലെ. സോ അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട്, മാനേജ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ മാത്രമാണോ? അല്ല, ഫിനാൻഷ്യൽ റിസോഴ്സിനെ കൂടി എന്ത് ചെയ്യാറുണ്ട്? മാനേജ് ചെയ്യാറുണ്ട്. ഇനി ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ എലമെന്റ്സിനെ മാത്രമല്ല, നോൺ ഹ്യൂമൻ എലമെന്റ്സ് ലൈക്ക് മെഷീൻസ്, അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, എല്ലാം നോൺ ഹ്യൂമൻ എലമെന്റ്സിനെ കൂടി ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി വെറുതെ അങ്ങ് മാനേജ് ചെയ്താൽ മതിയോ? എഫിഷ്യന്റ്ലി മാനേജ് ചെയ്യണം. എഫിഷ്യന്റ്ലി മാനേജ് ചെയ്യണം ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. എന്തിനാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് വർക്ക് ഈസ് ഡൺ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇനി മാനേജ്മെന്റിൽ വെറുതെ അങ്ങ് നമുക്ക് ജോലി ചെയ്താൽ പോരാ, ഇത് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം ആ ചെയ്ത ജോലി വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ചെയ്തു എന്നുകൂടി ഉറപ്പ് വരുത്തുമ്പോഴാണ് അവിടെ നമ്മുടെ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പഠനം എടുത്തു നോക്കിയേ, നിങ്ങളുടെ പഠനം എടുത്തു നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗോൾ എന്താ? ഈ മെയിൻസ് നേടണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊരു പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മാനേജ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ ആ ഒരു വർക്ക്, നിങ്ങൾ അതിനകത്ത് ചെയ്യുന്ന വർക്ക് എഫിഷ്യന്റ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. വെറുതെ അങ്ങ് ഗോൾ അച്ചീവ് ചെയ്താൽ മാത്രം പോരാ, അവിടെ എഫിഷ്യൻസിയും വരണം, എഫക്റ്റീവ്നെസ്സും വരണം. ഇനി അവിടെ നമുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള 2 വാക്കുകളെ ഒന്നെടുത്ത് നോക്കണം. എന്താണ് എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ്? നിങ്ങളോട് ചിലപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസിലൊക്കെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എഫിഷ്യൻസി എന്ന് ചോദിക്കാം. എന്താണ് എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ ഡൂയിങ് എ ടാസ്ക് കറക്റ്റ്ലി വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് ടൈം. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം, ഞാനിപ്പോ 2 പേര് നിൽക്കുവാണ്, എന്റെ 2 സ്റ്റുഡൻസ് നിൽക്കുവാണ്. ഞാൻ ഈ 2 സ്റ്റുഡൻസിന് 10 വാക്ക് പഠിപ്പിക്കാനായിട്ട് കൊടുത്തു. ഈ 2 സ്റ്റുഡൻസിനോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ 1 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ അരമണിക്കൂറിനകത്ത് നിങ്ങൾ ഈ 10 വാക്കുകൾ പഠിച്ചു തീർക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് 2 പേരും പഠിച്ചു. ഒരാള് പഠിച്ചത് അരമണിക്കൂറിനകത്ത് പഠിച്ചു, പക്ഷെ വേറൊരാള് കുറച്ച് അരമണിക്കൂറിൽ നിന്ന് ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്താണ് പഠിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ എയും ബിയും ആണെന്ന് വെച്ചോ. അപ്പൊ എയും ബിയിൽ എ ആണ് ഈ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം എന്താ? ഞാൻ കൊടുത്ത സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് പറ്റിയത് എക്കാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുവാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു വർക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് വളരെ കൃത്യമായിട്ട് വളരെ കുറഞ്ഞ ചിലവില് ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുമ്പോൾ ആ വർക്ക് എഫിഷ്യന്റ് ആണെന്ന് പറയാം. ഇനി ആ വർക്ക് എഫക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? കംപ്ലീറ്റിംഗ് എ ടാസ്ക് ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. അതായത് ആ ടാസ്ക് ചെയ്ത്
നമുക്ക് എന്താണോ നമ്മൾ വിചാരിക്കുന്നത് ആ വിചാരിക്കുന്ന സാധനം കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കാണെന്ന് പറയാം. മനസ്സിലായോ? എക്സാമ്പിൾ പറയുന്നുണ്ട്, എ ഫാക്ടറി പ്രൊഡ്യൂസിങ് 100 യൂണിറ്റ്സ് വിത്ത് ഫ്യൂവർ റിസോഴ്സസ്, അതായത് ചെറിയ റിസോഴ്സ് വെച്ചിട്ട് 100 യൂണിറ്റ്സ് ഒരു ഫാക്ടറി നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതിനെ എന്ത് പറയാം? നമുക്ക് എഫിഷ്യൻസി എന്ന് പറയാം അല്ലെ. ചെറിയ കുറച്ച് സാധനം വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവര് കൃത്യമായിട്ട് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് എൻഷുറിംഗ് ദാറ്റ് ദേ മീറ്റ് ക്വാളിറ്റി ആൻഡ് കൺസ്യൂമർ ഡിമാൻഡ്. പക്ഷെ ആ ചെയ്യുന്ന വർക്ക് എഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മളെ കയ്യിൽ കുറച്ച് സാധനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കസ്റ്റമറിന് ക്വാളിറ്റി കുറയ്ക്കാൻ പാടില്ല. കസ്റ്റമറിന്റെ ക്വാളിറ്റിയും കസ്റ്റമറിന്റെ ഡിമാൻഡും മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ റിസോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ ആ വർക്ക് എഫക്റ്റീവ്. മനസ്സിലായോ? അപ്പൊ ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വിത്തിൻ ദ ടൈം ലിമിറ്റിനകത്ത് വളരെ ഗുഡ് ക്വാളിറ്റിയിൽ ആ വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ നമ്മൾ ആ വർക്കിനെ എഫിഷ്യന്റും എഫക്റ്റീവും ആണെന്ന് പറയും. ക്ലിയർ അല്ലേ ഈ കാര്യം? നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ആരെങ്കിലും പറയാണ് മാനേജ്മെന്റ് ഈസ് എ സിംഗിൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ എ സിംഗിൾ പേഴ്സൺ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞോ, മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, വിച്ച് കോർഡിനേറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ഓർഡർ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ നേരത്തെ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ട്, മാനേജ്മെന്റിൽ ഹ്യൂമൻ റിസോഴ്സസും നോൺ ഹ്യൂമൻ റിസോഴ്സും എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്ത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്. ഈ കോർഡിനേറ്റിംഗ് നിങ്ങൾ പഠിക്കണമെന്നില്ല. മെയിൻ ആയിട്ടുള്ളത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ആണ് കേട്ടോ. ഇനി ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്, കോർഡിനേഷൻ ആൻഡ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ്. നിങ്ങളോട് ചോദിക്കാം, എന്തൊക്കെയാണ് മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കാര്യം ഡിസിഷൻ മേക്കിംഗ്. നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട്, ഒരു കാര്യം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കണം. രണ്ട്, നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാനേജ്മെന്റിനകത്ത് നമുക്കൊരു കോർഡിനേഷൻ വേണം. ഒരു ഓർഗനൈസേഷനിലായിരുന്നാലും പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊമോഷൻ ടീം ഉണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻസ് ഉണ്ട്, നമുക്ക് കാശുണ്ട്. ഇത് തോന്നിയത് പോലെ ഉപയോഗിച്ചാൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, അതായത് വേസ്റ്റേജ് കുറച്ച്, മിനിമം വേസ്റ്റേജ് കുറച്ച് എന്ത് ചെയ്യണം? നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ആൻസർ പറയണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? താഴെ പറയുന്നവയിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഞാൻ ഇത്രയും പൂവി വിളിച്ചില്ലേ, നിങ്ങൾ പറ, എന്താണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലാത്തതൊന്നും നിങ്ങൾ പറഞ്ഞേ. നമുക്ക് അധികം സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. നമുക്ക് ഒട്ടും സമയമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കണം. കാരണം ക്ലാസ് അപ്പോഴേ എന്താവത്തുള്ളൂ? എഫിഷ്യന്റ് ആകത്തുള്ളൂ അല്ലെ. നമുക്ക് വിത്തിൻ ദ ടൈം ഫ്രെയിം തീർക്കണം. യെസ്, ഒരാൾ ആൻസർ പറഞ്ഞു. സിമ്പിൾ ആണ്. പറഞ്ഞേടാ, ആൻസർ പറഞ്ഞേ. ഓക്കെ, യെസ്. സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു ഒരു ഡ്യൂട്ടി അല്ല അല്ലെ. അപ്പോ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കിടക്കുന്നുണ്ട്. എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ലീഡിംഗ് ആണ് ഇവിടെ ഡയറക്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. ഡയറക്ടിങ് ഓർ ലീഡിംഗ്. ഇവിടെ ഒരു സ്റ്റാഫിംഗും കൂടെ വരുന്നുണ്ട്. സ്റ്റാഫിംഗ് പ്രധാനപ്പെട്ട, അതായത് ഓൾ ഓവർ ദി വേൾഡ് അംഗീകരിച്ചിട്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ 5 ആണ്. മാനേജ്മെന്റില് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, എന്തിനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യണം, ഫിനാൻഷ്യൽ റിസോഴ്സിനെ മാനേജ് ചെയ്യണം, ഫിസിക്കൽ റിസോഴ്സിനെ മാനേജ് ചെയ്യണം, ഇൻഫർമേഷൻ റിസോഴ്സിനെയും എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അപ്പോ ഒരു മാനേജർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, മാനേജർ എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, കാശ്, കമ്പനിയിലുള്ള പണ ഇടപാടുകൾ മാനേജ് ചെയ്യണം, ഫിസിക്കൽ റിസോഴ്സ് ഉണ്ട്, മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇൻഫർമേഷൻ, കമ്പനിക്ക് വരുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, അതും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഡെഫിനിഷനിലേക്ക് കടക്കുവാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഡെഫിനിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അവിടെ നിന്ന് ഒരു PQ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇതൊക്കെ
എങ്ങനെ പഠിക്കണം, ഇതൊക്കെ ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ, ഒരു മോഡൽ കാണിച്ചു തരുന്നത്. ഹു ഡിഫൈൻ മാനേജ്മെന്റ് ആസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആരാണ് ഇത് പറഞ്ഞത്? ഒരാള് പറഞ്ഞു, ഏതോ ഒരു മാനേജ്മെന്റ് തിയറിസ്റ്റ് പറഞ്ഞു, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞു. ഇത് ആരാണ് പറഞ്ഞത്? ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് മാത്രമേ ഇവർ ഈ പറയുന്നവരെല്ലാരും മാനേജ്മെന്റിലെ നോട്ടഡ് ഫിഗേഴ്സ് ആണ്. ഹെൻറി ഫയോൾ ആയിക്കോട്ടെ, FW ടൈലർ ആയിക്കോട്ടെ, മേരി പാർക്കർ ഫോളറ്റ് ആയിക്കോട്ടെ, ചാൾസ് റെയ്നോൾഡ് ആയിക്കോട്ടെ, 4 പേര് തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പൊ ആൻസർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഡെഫിനിഷൻ പഠിക്കാം. നോക്കാം. ഹെൻറി ഫയോൾ. എന്താണ് ഹെൻറി ഫയോൾ? ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ആരാ, എന്താ, എങ്ങനെയാ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹെൻറി ഫയോളിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് പഠിക്കും. അന്നേരം നമ്മൾ ഹെൻറി ഫയോളിനെ പേഴ്സണൽ ആയിട്ടൊന്ന് പരിചയപ്പെടും. അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം സമയം എന്ത് ചെയ്യുന്നില്ല, ഹെൻറി ഫയോളിന് വേണ്ടി കളയുന്നില്ല, നമുക്ക് അന്നേരം പഠിക്കാം. സോ ഹെൻറി ഫയോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ടു മാനേജ് ഈസ് ടു ഫോക്കസ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ് പുള്ളി പറഞ്ഞത്. മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവര് പറഞ്ഞത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് ഫോർകാസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം, ബിസിനസിന്റെ വളർച്ച ആയിക്കോട്ടെ, ബിസിനസിന്റെ പ്രോഫിറ്റബിൾ ആ ഒരു രീതി ആയിക്കോട്ടെ, എന്തായിരുന്നാലും ഫോർകാസ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് പ്ലാൻ ചെയ്യണം, അതിനുവേണ്ടി ഓർഗനൈസ് ചെയ്യണം, അത് കമാൻഡ് ചെയ്യണം. ഓർഗനൈസ് ചെയ്ത് എല്ലാരെയും വിളിച്ചു കൂട്ടി അത് കൃത്യമായിട്ട് എല്ലാവർക്കും ജോലിയെ കൊടുത്തിട്ട് ഇത് ചെയ്യാനായിട്ട് കമാൻഡ് ചെയ്യണം, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അടുത്തത് FW ടൈലർ. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് FW ടൈലർ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ഇനി വീണ്ടും ഞാൻ എടുത്തു പറയുന്നു. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും കേട്ടോ. ഉറപ്പായിട്ട് നമ്മൾ പഠിക്കും. FW ടൈലർ നോട്ടഡ് ഫിഗർ ആണ്, മാനേജ്മെന്റ് തിയറിസ്റ്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇവരൊക്കെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മാനേജ്മെന്റിൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഈ ഹെൻറി ഫയോളും FW ടൈലറും അതുപോലെ തന്നെ പീറ്റർ ഡ്രക്കറും ഒക്കെ. അപ്പൊ FW ടൈലർ പറഞ്ഞത് മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അപ്പൊ എന്താണ് FW ടൈലർ പറഞ്ഞത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യം ആദ്യം നിങ്ങൾ അറിയണം. അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അതായത് എനിക്ക് ഒരു എന്താ പറയാ, എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കണം, പക്ഷെ എനിക്കത് അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കുക്കുണ്ട്, ആ കുക്കിന് എനിക്ക് ബിരിയാണിയുടെ റെസിപ്പി അറിയാം. ആ ബിരിയാണിയുടെ റെസിപ്പി ആ കുക്കിന്, ഫുഡിന്റെ കാര്യം പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പൊ ആ കുക്കിനെ കൊണ്ട് ഈ ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞു കൊടുത്ത് ആ ബിരിയാണി ഞാൻ വെപ്പിക്കുന്നതുണ്ടല്ലോ, അതാണ് ഞാൻ ചെയ്യുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഞാനല്ല ചെയ്യുന്നത്, ഞാൻ ആ കുക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എനിക്കറിയാവുന്ന റെസിപ്പി എന്റെ ടേസ്റ്റ് ബഡ്സിന് ചേരുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വെപ്പിക്കുവാണ്. സോ അതാണ് FW ടൈലർ പറഞ്ഞത്. മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അതായത് എനിക്ക് വേണ്ടുന്ന കാര്യം മറ്റൊരാളെ കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഇനി പീറ്റർ ഡ്രക്കർ എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. അദ്ദേഹം മാനേജ്മെന്റിന്റെയും ലീഡർഷിപ്പിന്റെയും 2 വശങ്ങളാണ് പറഞ്ഞത്. പീറ്റർ ഡ്രക്കർ പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. പക്ഷെ എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാനേജ്മെന്റും, ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ലീഡർഷിപ്പും എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മേരി പാർക്കർ ഫോളറ്റ് എന്താ പറഞ്ഞത്? മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതർ പീപ്പിൾ എന്നാണ് പറഞ്ഞത്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ആർട്ടാണ്. എന്താണ് ഈ കലയുടെ പ്രത്യേകത? ഗെറ്റിംഗ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത്
ചില കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്തെടുപ്പിക്കാനുള്ള ആ ഒരു കലയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിലെ മാനേജ്മെന്റ് ഇതാണ് നടക്കുന്നതാ. ബിസിനസ്സിലെ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? എന്താ മാനേജ്മെന്റ് ചെയ്യുന്നത്? അവർക്ക് താഴെ വർക്കേഴ്സ് ഉണ്ട്. ആ ബിസിനസ്സിന് ഈ വർഷം എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ ബിസിനസ് മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ബിസിനസ്സിൽ ഈ വർഷം എനിക്ക് 100 കോടി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതിന് ഞാൻ മാത്രം വിചാരിച്ച് നടക്കത്തില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. സോ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഫിസിക്കൽ റിസോഴ്സ്, എനിക്ക് കുറെ മെഷീൻസ് ഉണ്ട്, എനിക്ക് എന്റെ ഹ്യൂമൻ റിസോഴ്സ്, എനിക്ക് കുറെ എംപ്ലോയീസ് ഉണ്ട്, എന്റെ ഫിനാൻഷ്യൽ റിസോഴ്സ്, എനിക്ക് കുറെ പണമുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് എന്റെ ബിസിനസിന്റെ പ്രോഫിറ്റ് 100 CR എത്തിക്കുമ്പോൾ ഞാനൊരു ഗുഡ് മാനേജർ ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇതിനകത്തൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. പിടിച്ചു നിർത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ക്ലിയർ ആണോ? കാര്യം ക്ലിയർ ആണെന്നോ? ആവുന്നുണ്ടോ? സ്പീഡാണോ? സ്പീഡാണോ? സ്പീഡാണെങ്കിൽ പറയണം, സ്പീഡ് കുറയ്ക്കാം. സ്പീഡാണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞേ. ഹു ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഹു ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? ഒരാൾ ആൻസർ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഓക്കെ, രണ്ടുപേരും മാത്രമേ ആൻസർ പറഞ്ഞോളൂ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്, കൂടുതൽ സമയം നിൽക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ മേരി പാർക്കർ ഫോളറ്റ് ആണ് അത് പറഞ്ഞത് അല്ലെ. മേരി പാർക്കർ ഫോളറ്റ് ആണ് എന്ന് പറഞ്ഞത്. മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് എന്ന് പറഞ്ഞത് മേരി പാർക്കർ ഫോളറ്റ് ആണ്. ഓക്കെ, നമ്മൾ പാർക്കർ പേന വെച്ചിട്ടല്ലേ ആർട്ട് കലയൊക്കെ ചെയ്യുന്നത്, വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന കല എന്ന് പറയുന്ന വരയ്ക്കുന്നത് നമ്മൾ പാർക്കർ പേന വെച്ചല്ലേ. അങ്ങനെ ഓർത്തിരിക്കാം. എന്താ, മേരി പാർക്കർ ഫോളറ്റ്, ആർട്ട് എന്ന് പറയുന്നത് പാർക്കർ ആണ്. അതുപോലെ തന്നെ പീറ്റർ ഡ്രക്കർ എന്താ പറഞ്ഞത്? ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. FW ടൈലർ പറഞ്ഞ എന്താണ് പറഞ്ഞത്? ചീപ്പസ്റ്റ് വേയിൽ കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മൾ കുറഞ്ഞ വിലയിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നു എന്ന് ഓർത്തത്. ടൈലർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യലുകാരനെ ഓർമ്മ വരത്തില്ലേ. അപ്പൊ കുറഞ്ഞ വിലയിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ചീപ്പസ്റ്റ് വേ വരും ടൈലറിന്റെ കാര്യം വരുമ്പോൾ കേട്ടോ. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിരുന്നാൽ മതി. ഇനി ബാക്കി രണ്ട് പ്രധാനപ്പെട്ട മാനേജ്മെന്റ് തിയറിസ്റ്റുകളുടെ തിയറിയും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഒന്ന് ഹരോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വെയ്റിച്ചിന്റെ ഒരു ഡെഫിനേഷനാണ്. അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: മാനേജ്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് designing and maintaining an environment in which individuals working together in group efficiently accomplished selected aims. അദ്ദേഹം പറഞ്ഞത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയുള്ള പ്രോസസ്സാണ്? അതായത് ഒരു ഡിസൈനിങ് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് ആണ്? മെയിൻറ്റെയിനിങ് ആൻ എൻവിറോൺമെന്റ് in which individuals can working together in groups efficiently accomplish selected aims. ചില എയിം എന്ന് പറയുമ്പോൾ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹരോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻ വെയ്റിച്ച് പറഞ്ഞത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു മാനേജർ ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്നത് എൻ്റെ എംപ്ലോയീസിന് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട്, ഒരുമിച്ച് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മാനേജ്മെന്റ് എന്നാണ് ഹരോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വെയ്റിച്ച് പറഞ്ഞത്. ഇനി റോബർട്ട് എൽ ട്രിവേലി ആൻഡ് MG ന്യൂപോർട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാനേജ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ്,
organizing, actuating and controlling an organization's operation in order to achieve coordination of the human and material resources essential in the effective and efficient attainment of objectives. ഇവര് പറഞ്ഞത് ഇങ്ങനെയാണ്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യാനുള്ള, ഓർഗനൈസ് ചെയ്യാനുള്ള, കൺട്രോളിങ്ങും ആക്ച്വേറ്റിങ്ങും ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കമ്പനിക്കകത്ത് നടക്കുന്ന ഓപ്പറേഷനുകൾ പലതുണ്ട്. അത് പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് കോർഡിനേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. നമ്മൾ എന്തിനാണ് ഈ ഒരു ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻ ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ എന്തിനാണ് ഈ ഹ്യൂമണിനെയൊക്കെ ഇനി ഒരുമിച്ച് ചേർക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്. ഇനി ക്രൈറ്റ്നർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് ടു എഫക്റ്റീവ്ലി അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ക്രൈറ്റ്നർ പറഞ്ഞത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്ന് എന്ത് ചെയ്യണം, പണിയെടുക്കുക, മറ്റുള്ളവരിലൂടെ എന്ത് ചെയ്യുക, വളരെ എഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. യൂസിങ് ലിമിറ്റഡ് റിസോഴ്സ് ഇൻ ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്. അപ്പോൾ പരിസ്ഥിതി മാറി വരാം. പരിസ്ഥിതി മീൻസ് നമ്മുടെ നിയമങ്ങളും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പശ്ചാത്തലമൊക്കെ മാറി വന്നിരുന്നാലും ആ ചേഞ്ചിങ് എൻവയോൺമെന്റില് ലിമിറ്റഡ് റിസോഴ്സില് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ കൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യിക്കാനായിട്ട് സാധിച്ചാൽ ദാറ്റ്സ് മാനേജ്മെന്റ് എന്നാണ് ക്രൈറ്റ്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ നിങ്ങളോട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പേര് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അയ്യോ ഇതൊക്കെ പഠിച്ചു വെക്കണോ എന്ന് തോന്നാം. പക്ഷെ ഇത് ഞാൻ ക്ലാസ്സിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഇത് കാണുമ്പോൾ ഒരു അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഡെഫിനിഷൻ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയത്. NCERT ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഉൾപ്പെടുത്തിയതാണ്. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഹെൻറി ഫയോളിനെയും FW ടൈലറിനെയും പീറ്റർ ഡ്രക്കറിനെയും മേരി പാർക്കർ ഫോളത്തിനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചെന്നാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കോഡുകളിലൂടെ ഒന്ന് അവരെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ നമ്മൾ പറഞ്ഞു വരുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഏത് ഓർഗനൈസേഷനിലും മാനേജ്മെന്റ് വേണം. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നേരത്തെ സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ വേഗം പോവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമ്മൾ ഡെഫിനിഷൻ കഴിഞ്ഞു. നമ്മൾ ഇമ്പോർട്ടൻസ് പഠിക്കാൻ പോവാ. ഡെഫിനിഷൻ കഴിഞ്ഞു. ഏകദേശം 5 or 6 ഡെഫിനിഷൻസ് നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസ് എനിക്ക് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ചോദിക്കാനായിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. മാനേജ്മെന്റ് ഈസ് സോൾലി ഫോക്കസ്ഡ് ഓൺ മിനിമൈസിംഗ് കോസ്റ്റ്. മാനേജ്മെന്റ് ഈസ് സോൾലി ഫോക്കസ്ഡ് ഓൺ മിനിമൈസിംഗ് കോസ്റ്റ്. Statement 2, effectiveness in management refers to completing a task to achieve the desired result. Which of the following is true? നിങ്ങൾ ആൻസർ പറയണം. ആൻസർ എല്ലാവരും പറയണേ. നമ്മൾ ഇത്ര നേരം പഠിച്ച സാധനം ഒന്ന് ആപ്ലിക്കബിൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ഒരാള് പറഞ്ഞു ബി ആണെന്ന് പറഞ്ഞു. വേറെ ആൻസർ? യെസ്, ഓക്കെ, ഗുഡ്. ആൻസർ പറഞ്ഞവർക്ക് ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങളെങ്കിലും എനിക്ക് മനസ്സിലായി എന്ന് എനിക്കൊരു തൃപ്തിയായി. അപ്പോ മാനേജ്മെന്റ് സോൾലി ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലും അല്ല, അല്ലെ? മാനേജ്മെന്റില്
കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ വിലക്ക് ഒരു നമ്മൾ ആരെങ്കിലും അങ്ങനെ കൊടുക്കുമോ? ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കുറഞ്ഞ വിലക്ക് ഒരു ഒട്ടും ഗുണമില്ലാത്ത ഒരു സാധനം കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ആണോ? അല്ല. മിനിമൈസിങ് കോസ്റ്റില് കസ്റ്റമറിന്റെ ഡിമാൻഡും സാറ്റിസ്ഫാക്ഷനും എന്ത് ചെയ്യണം? 100% അവരുടെ ഡിമാൻഡിലും സാറ്റിസ്ഫാക്ഷനും ചേർന്ന് നിൽക്കുന്ന സാധനം തന്നെ അവർക്ക് കൊടുക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെന്റ് റിഫേഴ്സ് ടു കംപ്ലീറ്റിംഗ് എ ടാസ്ക് ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. അല്ലെ, ഡിസൈർഡ് റിസൾട്ട് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരു എന്താ ടാസ്ക് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുന്നത്, ഒരു മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുന്ന എപ്പോഴാണ്? കൊടുക്കുന്ന സമയത്തിനുള്ളിൽ ആ വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ അത് എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റും മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ബി ആണ് ആൻസർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞേടാ. പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ആർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. Statement 2, Henry Fayol defined management as doing things right. Leadership is doing the right thing. നിങ്ങളുടെ ആൻസർ തെറ്റി എന്ന് പറയും, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ആൻസർ തെറ്റി എന്ന് പറയും നിങ്ങൾ, കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ തെറ്റിക്കണം. പറഞ്ഞോ ആൻസർ എന്താ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ആർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അല്ലെ, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ഫങ്ഷൻസ് ആണ്, മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഹെൻറി ഫയോൾ ആണോ ഇങ്ങനെ പറഞ്ഞത്? മാനേജ്മെന്റ് ആസ് ഡൂയിങ് തിങ്സ് റൈറ്റ്, ലീഡർഷിപ്പ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഇതാരാ പറഞ്ഞത്? ഹെൻറി ഫയോൾ ഇതാണോ പറഞ്ഞത്? ഈ പറഞ്ഞത് ആരാ? ലീഡർഷിപ്പിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ആരാ? ആരാ പറഞ്ഞേ? ഹെൻറി ഫയോൾ ആണോ പറഞ്ഞേ? അല്ല, പിന്നെ ആരാ പറഞ്ഞേ? നിങ്ങൾ പറ, ആരാ പറഞ്ഞേ? യെസ്, ഫോളറ്റ് അല്ലടാ. ഫോളറ്റ് പറഞ്ഞ മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞത്. മേരി പാർക്കർ ഫോളറ്റ്. ഞാൻ പറഞ്ഞു പേന കൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്ന ആർട്ട്, അല്ലെ? ആർട്ട് എന്ന് പറഞ്ഞാണ് ഫോളറ്റ്. യെസ്, മുഹമ്മദ് പറഞ്ഞു. പീറ്റർ എഫ് ഡ്രക്കർ ആണ് ഇത് പറഞ്ഞത് കേട്ടോ. പീറ്റർ എഫ് ഡ്രക്കർ ആണ് ഇത് പറഞ്ഞത്. ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് പീറ്റർ ആണ് കേട്ടോ. പീറ്റർ എഫ് ഡ്രക്കർ ആണ്. ഒരു ലീഡർ ഉണ്ട്. ആ ലീഡർ ട്രക്ക് ഓട്ടിച്ചുകൊണ്ട് വരികയാണ് എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്നോ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ട് ചെയ്യണേ. പാർക്കർ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർക്കർ പേന വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർട്ട് ചെയ്യുന്നു, അല്ലെ? കല അങ്ങനെ ഓർത്ത് വെക്കണേ. അതുപോലെ തന്നെ ടൈലർ എന്ന് പറയുമ്പോൾ തയ്യക്കാരൻ. ചീപ്പസ്റ്റ് വേയിൽ നമ്മൾ സാധനങ്ങൾ തച്ചെടുക്കുന്നു എന്ന് ഓർത്തു വെക്കുക ടൈലറിനെ. ഡ്രക്കർ ഓർക്കുമ്പോൾ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരണം കേട്ടോ. ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഡ്രക്കർ ആണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കണേ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് വായിച്ചു നോക്കിയടാ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു തവണയും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ 3 ഡെഫിനേഷനും കൂടി വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഡെഫിനേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. നമുക്ക് എന്നിട്ട് അടുത്തതിലേക്ക് പോണം. വായിച്ചു കഴിഞ്ഞ ഒരു തംസപ്പ് ഇടണേ. ഇത് വായിച്ചു കഴിഞ്ഞ ഒരു തംസപ്പ് ഇടണേ. വേഗം ഒന്ന് വായിക്കേ. നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടും കേട്ടോ. വായിച്ചു കഴിഞ്ഞ ഒരു തംസപ്പ് ഇടണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്?
ഡിസൈനിനെ കുറിച്ചാണ് ഹരോൾഡ് കൂൺസ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്ലാനിങ്ങിനെ ഓർഗനൈസിങ്ങിനെയും കുറിച്ചാണ് റോബർട്ട് എൽ ട്രിവേലി പറഞ്ഞത്. ക്രൈറ്റ്നർ പറഞ്ഞത് എന്താണ്? പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സിനെ കുറിച്ചാണ് ആര് പറഞ്ഞത്? ക്രൈറ്റ്നർ പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ തീർന്നു. അടുത്തതിലേക്ക് പോവാണേ. അടുത്തത് ഇമ്പോർട്ടൻസിലും ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് നോക്കാൻ പോവാണ് നമ്മള്. ശരി, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് കാണാൻ പറ്റുന്നുണ്ടോടാ? സ്ലൈഡ് വിസിബിൾ ആണോ? സ്ലൈഡ് ഓക്കെ ആണോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കിക്കോ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇവല്യൂഷൻ, ഇമ്പോർട്ടൻസും ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ ഇവാലുവേഷൻ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഇവാലുവേഷൻ അല്ല, ഇവല്യൂഷൻ ആണ് കേട്ടോ. ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്. അതായത് മാനേജ്മെന്റ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കണം. അതിനു മുമ്പേ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. എന്താണ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്? നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ട് ഇത്ര നേരം നമ്മൾ പഠിച്ചത് തന്നെയാണ്, അതുകൊണ്ട് കൂടുതൽ അതിനകത്ത് ഞാനൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. വേഗം വേഗം വായിച്ചങ്ങ് പോവാണ്. ഫസ്റ്റ്, ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. നമുക്ക് ഗ്രൂപ്പ് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ എപ്പോഴും നല്ലത് എന്താണ്? മാനേജ്മെന്റ് ആണ് അല്ലെ. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ദ എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൊണ്ടുവരുന്നു ടുവേർഡ്സ് എ കോമൺ പർപ്പസ്, മേക്കിംഗ് കോർഡിനേറ്റഡ് ആക്ഷൻ പോസിബിൾ. അപ്പൊ നമുക്ക് ഒരുപാട് ആളുകളെ ഒരുമിച്ച് ചേർത്ത് ഒരു ജോലി ചെയ്യാനുണ്ടെങ്കിൽ അതിന് എപ്പോഴും നല്ലത് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരുപാട് ആളുകളുടെ എഫേർട്ട് ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇനി ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. എന്ത് ചെയ്യുന്നു? റിസോഴ്സിന്റെ യൂസ്, അതായത് നമുക്ക് കുറച്ച് റിസോഴ്സേ ഉള്ളുവെങ്കിലും മാക്സിമം വേസ്റ്റേജ് കുറച്ച് ആ കാര്യം ചെയ്യാനായിട്ട് മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഇനി ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ദ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ബിസിനസ് എൻവയോൺമെന്റ് ഒരുപോലെ ആയിരിക്കില്ല, മാറി മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പ്രോഫിറ്റ് കൂടും കുറയും. സോ മാനേജ്മെന്റ് ഇനേബിൾസ് ഓർഗനൈസേഷൻ ടു അഡാപ്റ്റ് ടു ദീസ് ചേഞ്ചസ്, ഇന്നോവേറ്റ് ആൻഡ് റിമെയിൻ കോമ്പറ്റീറ്റീവ്. അതായത് കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് വരുന്ന സമയത്തായിരുന്നാലും മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് കൂടുതൽ ഇന്നോവേഷൻസ് എന്ത് ചെയ്യും? കമ്പനിയിൽ കൊണ്ടുവരും. കോമ്പറ്റീഷനെ നേരിടാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? കമ്പനിയെ നിലനിർത്താനായിട്ട്, ഓർഗനൈസേഷനെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് കൊണ്ടുവരും. ഇറ്റ് ഫോസ്റ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹെൽപ്സ് ഓർഗനൈസേഷൻ നാവിഗേറ്റ് ചാലഞ്ചസ് ആൻഡ് സീസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഓർഗനൈസേഷന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മറികടന്ന് ഓർഗനൈസേഷന് പോകാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? അത് മാനേജ്മെന്റ് ആണ്. ഇനി അച്ചീവ്സ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് അല്ലെ. നിങ്ങൾ PSC പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുകയാണ്. മാനേജ്മെന്റ് ഈസ് ഹെൽപ്പിംഗ് ഓൺലി അച്ചീവിങ് പേഴ്സണൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മാനേജ്മെന്റ് ഗ്രൂപ്പ് ഗോൾസിനെയും പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനെയും അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ എഫക്റ്റീവ് മാനേജ്മെന്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുന്നത് കൂടിയാണ് എഫക്റ്റീവ് മാനേജ്മെന്റ്. ഇനി ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. നിങ്ങളോട് പറയുവാണ് മാനേജ്മെന്റ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ യെസ് ഇറ്റ് ഡസ്.
Efficient managed organizations contribute to the economic growth of a nation by increasing production, creating employment opportunities, introducing new products and services, and contributing to overall social welfare. കണ്ടോ? ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഈ പ്രോഫിറ്റ് മേക്കിംഗ് ആ കമ്പനി ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് കൂടുതലായിട്ട് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ആ ഓർഗനൈസേഷൻ വളർന്നു കഴിയുമ്പോൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, സർക്കാരിന് ടാക്സ് കൊടുക്കും, അതുപോലെ തന്നെ ഈ ചെറിയ 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 ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ പല കമ്പനികളും ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? നല്ല മാനേജ്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. ഇനി മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. നിങ്ങളോട് പറയുവാണ് മാനേജ്മെന്റ് ഈസ് ഓൺലി എസെൻഷ്യൽ ഫോർ പ്രൈവറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ്. അവിടെ നിങ്ങൾക്ക് നല്ലൊരു ചോദ്യം ചോദിക്കാം. ഞാൻ നിങ്ങളോട് പറയുവാണ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഓൺലി ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ. ഞാൻ ചോദിക്കുവാണ്, ഇസ് ഇറ്റ് കറക്റ്റ്? മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ only for profit making organization. Is it correct? ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണോ? പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ എടുക്കുവാണ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എടുക്കുവാണ്. അപ്പൊ അവിടെ മാനേജ്മെന്റ് ആവശ്യം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടടാ, ഉണ്ട്. മനസ്സിലായോ? ഉണ്ട്. എല്ലായിടവും മാനേജ്മെന്റ് ആവശ്യമുണ്ട്. വെദർ ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് മേക്കിംഗ് ഓർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ, ഇൻ എവറി ആസ്പെക്ട് വി നീഡ് എ മാനേജ്മെന്റ്. മനസ്സിലായോ? നമ്മൾ എന്ത് നോക്കിയിരുന്നാലും നമുക്ക് എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ആവശ്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ്സ് കോർഡിനേഷൻ. മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. മാനേജ്മെന്റ് ഇന്റഗ്രേറ്റ്സ് ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനം ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കോംപ്ലിക്കേറ്റഡ് മാത്രമേ ഉള്ളൂ. കാരണം കുറച്ച് ഇവല്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ചില സ്കൂൾ ഓഫ് തോട്ടുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു അല്പം കൂടി ശ്രദ്ധ കൊടുക്കണം. ആരും ഉറങ്ങുന്നവരാരും ഇല്ലല്ലോ? ഉണ്ടോ? എല്ലാവരും ഓൺ അല്ലേ? ഓൺ ആയവരൊന്നൊരു തംസപ്പ് ഇടാവോ? എനിക്ക് നിങ്ങള് കമന്റ് ബോക്സിൽ നിങ്ങൾ ഓൺ ആയിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് പഠിപ്പിക്കുന്നതിനൊരു ഫ്ലോ കിട്ടത്തുള്ളൂ. നമ്മുടെ ലൈവിൽ, അതുകൊണ്ടാണ് ലൈവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലൈവ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് റെക്കോർഡഡ് അല്ലേ നല്ലത്? റെക്കോർഡഡ് ക്ലാസ്സുകളല്ലേ നല്ലത്? നമ്മൾ ലൈവ് കൊണ്ടുവരുമ്പോൾ ലൈവിന്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ലൈവായിട്ടിരിക്കണം. ലൈവിന്റെ പേര് തന്നെ അതല്ലേ, ലൈവ് അല്ലെ? നമ്മൾ ലൈവായിട്ടിരിക്കണം. നവനീത് മാത്രമാണ് തംസപ്പ് ഇട്ടത് കേട്ടോ. വേറെ ആരും ഇല്ല. വേറെ ആരുമില്ല. ഹന ഓൺ ആണെന്ന് പറഞ്ഞു. ഇനി വേറെ ആരൊക്കെയാ ഓൺ ആയിട്ടുള്ളത്? ഒരു 2 പേരൂടെ തംസപ്പിട്. അയന ഓൺ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഒരാളൂടെ. യെസ്, നീതു ഓൺ ആണെന്ന് പറഞ്ഞു. ഓക്കെ, മതി. 4 പേര് മതി. 4 പേരുണ്ടല്ലോ ഓൺ ആയിട്ട്. ശരി. അപ്പൊ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് അങ്ങ് വെറുതെ ഉരുത്തിരിഞ്ഞ് വന്നതാണോ? വെറുതെ ഒരു ദിവസം നമ്മൾ ഒരു സുപ്രഭാതത്തില് നമുക്ക് മാനേജ്മെന്റ് വേണോന്ന് പറഞ്ഞ് ചെയ്തതാണോ എന്ന്, അല്ലെങ്കിൽ ഈ മോഡേൺ കാലഘട്ടത്തിന്റെ മാത്രം ആവശ്യമായിരുന്നു മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ അല്ല. മാനേജ്മെന്റ് തോട്ട് ഹാസ് ഇവോൾവ്ഡ് സിഗ്നിഫിക്കന്റ്ലി ഓവർ ടൈം. കണ്ടോ? അതായത് നമ്മുടെ മനുഷ്യരുടെ ഓരോ കൾച്ചറും, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഓരോ കൾച്ചറും ഓരോ സമയത്ത് പാകപ്പെട്ട് വന്നതാണ്. ലൈക്ക് മാനേജ്മെന്റ് ഇതുപോലെയാണ്. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി മാറി വന്നതാണ്. റിഫ്ലക്ടിങ് ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ്. അപ്പോ ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ച് മാറിയപ്പോ ഓരോ കാലഘട്ടത്തിലും ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ച് വരും.
ആ ചേഞ്ചിനനുസരിച്ച് മാനേജ്മെന്റ് മാറും. അതുപോലെ തന്നെ ടെക്നോളജീസും സൊസൈറ്റൽ വാല്യൂസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഒരു 5 വർഷത്തിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മൾ AI എന്ന് പറയുന്ന സാധനത്തിനെ മാനേജ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ നമ്മൾ AI-നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും കൂടെ നമ്മൾ മാനേജ് ചെയ്യണം അല്ലെ. അപ്പോ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, മാനേജ്മെന്റിലും മാറ്റം വരുത്തണം. In tracing the history of management, one comes across various school of thoughts. കണ്ടോ, നമ്മള് മാനേജ്മെന്റ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോ നമ്മള് മാനേജ്മെന്റ് വളർന്നു വന്ന ആ പല വഴികളെ നമ്മൾ സ്കൂൾ ഓഫ് തോട്ടുകൾ എന്നാണ് പറയുന്നത്. അതായത് പല ചിന്താ വഴികൾ ഓരോ കാലഘട്ടത്തിലും മാനേജ്മെന്റിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, എടുത്തു മാറ്റിയിട്ടുള്ള ഇതൊന്നും വേണ്ട ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഹാവ് ഔട്ട്ലൈൻഡ് പ്രിൻസിപ്പിൾസ് ടു ഗൈഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. അപ്പോ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് പ്രാക്ടീസസിൽ എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ചത് ഈ പല സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ദീ സ്കൂൾ ഓഫ് തോട്ട് മേ ബി ഡിവൈഡഡ് ഇൻടു 6 ഡിസ്റ്റിങ്റ്റീവ് ഫേസസ്. നമ്മൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിനെ 6 ഫേസസ് ആയിട്ട് തിരിക്കുകയാണ്. എത്ര ഫേസസ് ആയിട്ട് തിരിക്കുന്നു? 6 ഫേസ്. ഒന്ന് ഇയർലി പെർസ്പെക്റ്റീവ്, ഇത് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. 2 ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. 3 നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയിലാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് വരുന്നത്. അതായത് മനുഷ്യരെയും കൂടി കൺസിഡർ ചെയ്ത് തുടങ്ങിയത് നിയോ ക്ലാസിക്കൽ തിയറിയുടെ സമയത്താണ്. ഇനി ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച്, മോഡേൺ മാനേജ്മെന്റ്. പുകമയോ ആണെന്ന് എനിക്കറിയാം ഞാനിത് വായിച്ചപ്പോ, പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ പുകമയോ എല്ലാം മാറി നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവും. ഫസ്റ്റ് ഇയർലി മാനേജ്മെന്റ് പ്രാക്ടീസസ് നോക്കാം. നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോട്ടോസിൽ മനസ്സിലായി കാണും എന്താണ് ഇയർലി മാനേജ്മെന്റ് പ്രാക്ടീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മൾ ഇന്ന് ഈ പഠിക്കുന്ന രീതിയിൽ മാനേജ്മെന്റ് ഈസ് എ ഡിസിപ്ലിൻ അല്ലെ. നൗ മാനേജ്മെന്റ് ഈസ് എ ഡിസിപ്ലിൻ. ബിഫോർ ദാറ്റ് ഒരു തിയറി, ഒരു ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള തിയറി എമേർജ് ആയി വരുന്നതിന് മുൻപ് എങ്ങനെയാണ് ബിസിനസ്സുകൾ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബിസിനസ്സിൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ആ സിവിലൈസേഷൻ, അതായത് നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദു നദീതട സംസ്കാരം അല്ലെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ആ സമയത്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ആ സമയത്തൊക്കെ മാനേജ്മെന്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ്. അപ്പോൾ ദീസ് പ്രാക്ടീസസ് വെയർ ഓഫൻ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ട്രഡിഷൻ ആൻഡ് ഹയറാർക്കിക്കൽ സ്ട്രക്ചർ. കണ്ടോ, ഇപ്പൊ നമ്മള് പല സയന്റിഫിക് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ വരുന്ന മാനേജേഴ്സിനും മാനേജ്മെന്റിനും ഒക്കെ ഒരു കാര്യം, ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാനായിട്ട് പല പല പഠനങ്ങൾ നടക്കുന്നുണ്ട്. ബിക്കോസ് നൗ മാനേജ്മെന്റ് ഇസ് എ ഡിസിപ്ലിൻ അല്ലെ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു പഠന മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ തിയറിസ്റ്റുകളുടെ ഹെൻറി ഫയോളുടെയും FW ടൈലറിന്റെയും പീറ്റർ എഫ് ഡ്രക്കറിന്റെയും കാര്യം പറഞ്ഞത്. കാരണം അവരൊക്കെ ഈ മേഖലയിൽ പഠിച്ച് അവരൊക്കെ ഇതിൽ കൃത്യമായിട്ട് പുസ്തകങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ട്രഡിഷനും ഹയറാർക്കിക്കൽ സ്ട്രക്ചറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ ഓർഗനൈസേഷൻ ഓഫ് ലേബർ ഫോർ ലാർജ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഇൻ ആൻഷ്യൻ ഈജിപ്റ്റ് ഓർ ദി മാനേജ്മെന്റ് ഓഫ് ക്രാഫ്റ്റ് ഗിൽഡ്സ് ഇൻ മിഡീവൽ യൂറോപ്പ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈജിപ്തില് ആ കൂറ്റൻ പിരമിഡുകള് ഒരു മാനേജ്മെന്റും ഇല്ലാതെ കെട്ടിപ്പൊക്കാൻ പറ്റുമെന്ന്? അതായത് എത്രയോ ലേബേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും കൂറ്റൻ കല്ലുകള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് അവിടെ മാനേജ്മെന്റ് വേണം അല്ലെ. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, അതിൽ ആരെയൊക്കെ വേണമെന്ന് അറേഞ്ച് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അവിടെ നിയമിക്കണം, അതിനുശേഷം അവർക്ക് കമാൻഡ് കൊടുക്കണം, അവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കണം കൊണ്ടുവരേണ്ടതെന്ന് പറയണം. പിന്നീട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് തിരുത്തി കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആൻഷ്യൻ പീരീഡിനകത്ത് ഗിൽഡുകളുണ്ട്. വാട്ട് യു മീൻ ബൈ ഗിൽഡ്? ഗിൽഡ് എന്ന് പറയുന്നത്
നമ്മളെ ചെറിയ 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 ട്രേഡ് ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഈ ട്രേഡിങ്ങിൽ, അതായത് വസ്ത്രവ്യാപാരം, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനം, നമ്മളെ സ്പൈസസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും അവർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കുന്നു, അല്ലെ? കാശിന്റെ മാനേജ്മെന്റ്, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ മാനേജ്മെന്റ്. സോ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ട്രഡിഷൻ, എക്സ്പീരിയൻസ്, ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്. ഇനി മൂവ് ഓൺ ടു ദ ഇയർലി 20th സെഞ്ചുറി. ഒരു 20th സെഞ്ചുറി ഒക്കെ ആയപ്പോൾ അവിടെയാണ് ക്ലാസിക്കൽ തിയറീസ് വരുന്നത്, ഒരു ഇയർലി 20th സെഞ്ചുറിയിൽ. ദിസ് എറ സോ ദ ഡെവലപ്മെന്റ് ഓഫ് ദി ഫസ്റ്റ് ഫോർമൽ മാനേജ്മെന്റ് തിയറീസ് ഫോക്കസിംഗ് ഓൺ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ മുൻപ് നമ്മുടെ മുന്നത്തെ ഇയർലി പീരീഡിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, മാനേജ്മെന്റ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഒരു ഇയർലി 20th സെഞ്ചുറി ആയപ്പോ വെറുതെ അങ്ങ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി മാത്രം മാനേജ് ചെയ്താൽ പോരാ. പക്ഷെ അവിടെ എന്ത് വരണം? എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറി focusing on efficiency and productivity introduced? ഏത് ക്ലാസിക്കൽ, ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, ഈ തിയറികളെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ദ ഫോക്കസിംഗ് ഓൺ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ്ഡ്? സോ ഏത് തിയറിയുടെ സമയത്താണ് മാനേജ്മെന്റ് ഫോക്കസ് എഫിഷ്യൻസിയിലേക്കും പ്രൊഡക്ടിവിറ്റിയിലേക്കും പോയെന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ തിയറിയുടെ സമയത്താണ്, 20th സെഞ്ചുറിയിൽ. ഇനി ദിസ് വാസ് ദ എറ ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ദാ സെക്കൻഡ് ക്വസ്റ്റ്യൻ കിടക്കുവാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാപ്പൻഡ് ഇൻ ദ ടൈം ഓഫ് വിച്ച് തിയറി? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഏത് തിയറിയുടെ സമയത്തായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായത്? ക്ലാസിക്കൽ തിയറിയുടെ സമയമാണ്. അതാണ് പറയുന്നത് ദിസ് വാസ് ആൻ എറ ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ വന്നു. കണ്ടോ? ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. വാട്ട് യു മീൻ ബൈ ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ? ദ എംപ്ലോയീസ് ആർ ഗാദേർഡ് ഇൻ എ ഫാക്ടറി ആൻഡ് ദേ ആർ പ്രൊഡ്യൂസിങ് മോർ പ്രോഡക്ട്സ്. അതുവരെ വീടുകളിലും ഒക്കെ അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഒരു ബിൽഡിങ്ങിനകത്ത്, ഫാക്ടറി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്തേക്ക് വരുന്നു. ആളുകൾ വന്ന് ഒരുമിച്ച് നിന്ന് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെയും ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷന്റെ സമയമാണ് ഈ ഒരു ക്ലാസിക്കൽ തിയറി എന്ത് ചെയ്തത്, ഫോമായി വന്നത്. അപ്പൊ ഇതിനകത്ത് എന്തായിരുന്നു ഈ ഒരു ക്ലാസിക്കൽ തിയറിയുടെ മെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ക്ലാസിക്കൽ തിയറിയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറി ഇവോൾവ് ആയി വന്നു ക്ലാസിക്കൽ തിയറിയുടെ സമയത്ത്. സയന്റിഫിക് മാനേജ്മെന്റ്, വാട്ട് യു മീൻ ബൈ സയന്റിഫിക് മാനേജ്മെന്റ്? സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് മോർ ദാൻ എന്താ നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് മാനേജ്മെന്റ്. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, സയന്റിഫിക് മാനേജ്മെന്റ് പറഞ്ഞത് റൂൾ, അതായത് നമ്മുടെ ഈ തമ്പ് റൂൾസ് ഉണ്ടല്ലോ, നമ്മള് ഈ ഒരു തരത്തിലുള്ള ശാസ്ത്രീയ പഠനവും ഇല്ലാതെ മാനേജ്മെന്റിൽ കുറെ പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ വേയില് അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ഓർഡറിൽ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച്, മുന്നത്തെ സിസ്റ്റം അനുസരിച്ച്, അതായത് ഞാൻ നേരത്തെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവിടെ മാനേജ്മെന്റിലേക്ക് വരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ആ സമയത്തൊക്കെ കാസ്റ്റ് സിസ്റ്റവും സ്ലേവറി സിസ്റ്റവും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് സ്ലേവ് ആയിട്ടുള്ള ഒരാള് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് വരുമെന്ന്? ഒരിക്കലുമില്ല. സ്ലേവിനെ എപ്പോഴും അവര് ഈ ഒരു പണിയെടുപ്പിക്കാനായിരിക്കും നോക്കുന്ന, മാനേജ്മെന്റ് പൊസിഷനിലേക്ക് വരത്തില്ല. പക്ഷെ ഈ സ്ലേവ് അത്രയും എഫിഷ്യന്റ് ആയിരിക്കും, അല്ലെ? ആ സ്ലേവിന് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് വരാൻ മാത്രം എഫിഷ്യന്റ് ആണെങ്കിലോ, അവിടെയാണ് ഹെൻറി ഫയോൾ പറഞ്ഞത്, നിങ്ങൾ പണ്ട് നിങ്ങൾ, അതായത് ഒരുപാട് വളരെ നോബിൾ ആയിട്ടുള്ള കാറ്റഗറീനെ മാത്രമേ നിങ്ങൾ മാനേജ്മെന്റ് ആക്കിയിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല, സയന്റിഫിക് മെത്തേഡിലൂടെ മാനേജ്മെന്റ് കൊണ്ടുപോകണം. പണ്ട് ചെയ്തു വന്നിരുന്ന കാര്യം വെച്ചല്ല. എന്താണ് പറഞ്ഞത്? അപ്ലൈയിങ് സയന്റിഫിക് മെത്തേഡ്സ് ടു അനലൈസിങ് ആൻഡ് ഡിസൈൻ വർക്ക് പ്രോസസ് ടു മാക്സിമൈസ് എഫിഷ്യൻസി. അവിടെയാണ് FW ടൈലർ. ഞാൻ നേരത്തെ നിങ്ങൾ ടൈലറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ടൈലർ ചീപ്പസ്റ്റ് വേയിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്തെടുക്കുമ്പോഴാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ടൈലർ. ആ ടൈലർ ആണ് നിങ്ങളോട് ചോദിക്കും, സിമ്പിൾ ആയിട്ട് ചോദിക്കും, ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? എഴുതി വെച്ചോ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നമ്മൾ പ്രത്യേകം പഠിക്കും കേട്ടോ.
ആരാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഈ പറയുന്ന FW ടൈലർ ആണ്. FW ടൈലർ ആണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. സയന്റിഫിക് മെത്തേഡിലൂടെ എഫിഷ്യൻസി കൂട്ടണം, മാനേജ്മെന്റ് എഫിഷ്യൻസി കൂട്ടണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? FW ടൈലർ. ഇനി ക്ലാസിക്കൽ തിയറിയുടെ സമയത്ത് തന്നെ ഹെൻറി ഫയോളിന്റെ എന്ത് വരികയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറിയും കൂടെ വരികയാണ്. അപ്പൊ ഇത് focused on overall management of an organization. Fayol identifies 14 principles of management such as division of work, authority and responsibility, unity of command, and esprit de corps. It looked at the best way to combine jobs and people into an effective, efficient organization. അപ്പോ ഫയോൾ എന്താ പറഞ്ഞത്? ഫയോൾ പറഞ്ഞത് ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആണ്. ഫയോൾ പറഞ്ഞത് ഒരു 14 പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മുടെ സിലബസിനകത്തുള്ളതാണ്. അപ്പോ ഈ 14 പ്രിൻസിപ്പിൾ ഫയോൾ സെറ്റ് ചെയ്ത് വെച്ച് എന്തിനാണെന്ന് ഫയോൾ പറഞ്ഞത്, ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ആ ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണ്. മനസ്സിലായോ? ഈ പ്രിൻസിപ്പിൾസ് ആ ഒരു ഓർഗനൈസേഷന്റെ എന്തിനു സഹായിക്കുന്നതാണ്? ഓവറോൾ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ ഫയോൾ പറഞ്ഞത് ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ്, ഓവറോൾ മാനേജ്മെന്റ് മൊത്തത്തിലുള്ള ആ ഒരു ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് വരണം. അതിന് ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്നതല്ല, 14 പ്രിൻസിപ്പിൾസ് അങ്ങ് വെച്ചു കൊടുത്തു. ഈ പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ഹെൻറി ഫയോളും പറഞ്ഞു. അപ്പോ ഓർത്ത് വെക്കുക, ടൈലർ എന്താ പറഞ്ഞത്? ടൈലർ പറഞ്ഞു മാനേജ്മെന്റിലേക്ക് സയന്റിഫിക് ടെക്നോളജി കൊണ്ടുവരണം. ഫയോള് പറഞ്ഞത് ഈ 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അതനുസരിച്ച് മാനേജ്മെന്റ് ചെയ്യണം. ഇനി he also outlined 5 functions of management: planning, organizing, commanding, coordinating and controlling. ഫയോള് തന്നെയാണ് ഈ ഒരു 5 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേ സമയത്ത് ക്ലാസിക്കൽ തിയറിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ക്ലാസിക്കൽ തിയറിന്ന് പോയിട്ടില്ല. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നു. മാക്സ് വെബർ ആണ് ഈ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. മാക്സ് വെബർ advocated for a structured, formal and impersonal management system based on rules, regulations, hierarchy and division of labor. ഇപ്പൊ മാക്സ് വെബർ എന്താ പറഞ്ഞത്? ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. അതായത് മാക്സ് വെബർ പറഞ്ഞത് നമ്മൾ സാധാ ചെയ്യും പോലെ മാനേജ്മെന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് പണി എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരണം. ഹയറാർക്കി കൊണ്ടുവരണം. അതായത് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ടുവരണം. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് മാനേജർ ഉണ്ടായിരിക്കും, അസിസ്റ്റന്റ് മാനേജർ ഉണ്ടായിരിക്കും, ഫോർമാൻ ഉണ്ടായിരിക്കും, എംപ്ലോയീസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇതെല്ലാം കൂടി ഒരാൾ ചെയ്യാൻ നിൽക്കരുത്. ഒരു ഹയറാർക്കി കൊണ്ടുവരണം. ഏറ്റവും താഴെ വർക്കേഴ്സ്, അതിന്റെ മുകളിൽ ഫോർമാൻ ആണ് നമ്മൾ സൂപ്പർവൈസർ എന്നൊക്കെ പറയത്തില്ലേ, ഫോർമാൻ വരണം, അസിസ്റ്റന്റ് മാനേജർ. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, എല്ലായിടും ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഹയറാർക്കി വരണമെന്ന് പറഞ്ഞത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ മാക്സ് വെബർ ആണ്. അതുപോലെ തന്നെ സിസ്റ്റം ബേസ്ഡ് റൂൾസ് കൊണ്ടുവരണം. അതായത് റൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ കമ്പനിയുടെ റൂൾസ് എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം വരണമെന്നും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ മാക്സ് വെബർ പറഞ്ഞു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ്, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളോട് ചോദിക്കും, പഠിച്ചു വെച്ചതിനകത്ത് പഠിക്കാനുള്ളത്, ക്ലാസിക്കൽ തിയറിയിൽ പഠിക്കാനുള്ളത്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കൊണ്ടുവന്നത് ആരാണടാ? ടൈലർ ആണ്. FW ടൈലർ ആണ്. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് കേട്ടോ. FW ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുവാണ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് കൊണ്ടുവന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് കൊണ്ടുവന്നത് ഫയോൾ ആണ്. ഹെൻറി ഫയോൾ ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുവാണ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് കൊണ്ടുവന്നത്, ബ്യൂറോക്രാറ്റിക് ക്ലാസിക്കൽ തിയറിയുടെ സമയത്ത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാക്സ് വെബർ ആണ് കൊണ്ടുവന്നത്. മാക്സ് വെബർ.
വെബർ. ഇനി ഞാൻ എന്നോട് ചോദിക്കണം, ആരാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വെച്ചിട്ട് ഓവറോൾ ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞത് ഫയോൾ. കിളി പറക്കുന്നുണ്ടോടാ? ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇടാവോ? എനിക്ക് മനസ്സിലാവണം, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് അറിയണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തതിലേക്ക് നമ്മൾ പോവാം. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇയർലി സ്റ്റേജ് പഠിച്ചു. ഇവിടെ ഓക്കെ അല്ലേ? യൂട്യൂബിലേക്ക് പറയാം കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇയർലി സ്റ്റേജ് പഠിച്ചു, അതുപോലെ തന്നെ ക്ലാസിക്കൽ തിയറി പഠിച്ചു. ക്ലാസിക്കൽ തിയറിയിൽ 3 തിയറിസ്റ്റുകളെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് FW ടൈലർ, ഹെൻറി ഫയോള്, മാക്സ് വെബർ. ടൈലർ പറഞ്ഞത് എന്താണ്? ടൈലർ പറഞ്ഞ സയന്റിഫിക് മാനേജ്മെന്റ്, ഫയോള് പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിനകത്ത് 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു? ഹെൻറി ഫയോള് കൊണ്ടുവന്നു. മാക്സ് വെബർ പറഞ്ഞത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, നിയോക്ലാസിക്കൽ തിയറി. നിയോക്ലാസിക്കൽ തിയറി ഒരു മിഡ് 20th സെഞ്ചുറിയുടെ സമയത്താണ് വന്നത്. നിയോ മീൻസ് പുതിയ. ക്ലാസിക്കൽ തിയറിക്കകത്ത് തന്നെ പുതിയ ചില ആശയങ്ങൾ വരാൻ തുടങ്ങി. This school of thought developed between 1920s to 1950s, felt that employees simply do not respond rationally to rules, chains of authority, and economic incentives alone, but are also guided by social needs, drives, and attitudes. മനസ്സിലായോ? 1920s ആ സമയം മുതൽ 1950s ആ സമയം മുതൽ ഡെവലപ്പായി വന്നിട്ടുള്ള തിയറിയാണ് നിയോ ക്ലാസിക്കൽ തിയറി. അവിടെ നിങ്ങളോട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറി ഡെവലപ്ഡ് ബിറ്റ്വീൻ 1920s ആൻഡ് 1950s? 1920s to 1950s എന്ന് വെച്ചാൽ നിയോ ക്ലാസിക്കൽ തിയറിയാണ്. അപ്പോ എന്താണ് ഈ ഒരു തിയറിക്കകത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കേഴ്സ് ആണ്, പ്രത്യേകിച്ച് വർക്കേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് വർക്കേഴ്സ് വെറുതെ അങ്ങ് റൂൾസ്, ഇപ്പൊ കുറെ ഒരു ഓർഗനൈസേഷനിൽ കുറെ റൂൾസ് കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് കുറെ ഹയറാർക്കി ഉണ്ട്, കുറെ അതോറിറ്റി ഉണ്ട്. ഇവരെല്ലാം സിമ്പിൾ ആയിട്ട് അങ്ങ് വർക്കേഴ്സ് അനുസരിക്കത്തില്ല. കുറെ കാശ് കൊടുത്തെന്ന് പറഞ്ഞും വർക്കേഴ്സ് ഇവരെല്ലാം അനുസരിക്കത്തില്ല. So they need social needs rather than monetary benefit. മനസ്സിലായോ? ഒരു ഇൻസെന്റീവ്സും അല്ലെങ്കിൽ വെറുതെ അവരെടുത്ത് അത് ചെയ്യൂ ഇത് ചെയ്യൂ. അവര് പാവകളല്ല, they are humans and they need social needs and they need social drives and attitudes. അവർക്ക് അവരുടെ സൊസൈറ്റിയിൽ അവർക്ക് റെക്കഗ്നിഷൻ വേണം, അല്ലെ? അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടണം. എംപ്ലോയീസും ഒരു പാർട്ടാണ് എന്ന് പറഞ്ഞത് ഏത് സമയത്താണ്? നിയോ ക്ലാസിക്കൽ തിയറിയുടെ സമയത്താണ്. ആ സെക്കൻഡ് പോയിന്റ് ഒന്ന് നോക്കി വെച്ചോ. ദ അറ്റൻഷൻ ടു ദ ഹ്യൂമൻ ഫാക്ടർ വാസ് സാലിയന്റ് ആസ്പെക്ട് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട്. നിങ്ങളോട് ചോദിക്കാം, ഏത് സ്കൂൾ ഓഫ് തോട്ടിലാണ് അറ്റൻഷൻ ഹ്യൂമൻ ഫാക്ടറിലേക്ക് പോയത്? നിങ്ങൾ ഈ മുന്നത്തെ ഇയർലി വാണിങ്ങിലോ ക്ലാസിക്കൽ തിയറിയുടെ സമയത്തോ വർക്കേഴ്സിനെ കുറിച്ച് വല്ലതും പറയാൻ നിങ്ങൾ കേട്ടോ? ഇല്ല. അവിടെയൊക്കെ ഹയറാർക്കിയുടെ ഇയർലി പീരീഡ് ആണെങ്കിൽ ഹയറാർക്കിയിലും എക്സ്പീരിയൻസും വെച്ച് മാനേജ് ചെയ്യാൻ പറഞ്ഞപ്പോ, ക്ലാസിക്കൽ തിയറിയിലേക്ക് വന്നപ്പോ സയന്റിഫിക് മെത്തേഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കുറെ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വേറെ ആള് പറഞ്ഞു ബ്യൂറോക്രാറ്റ്സ്, ഹയറാർക്കി കൊണ്ടുവരണം, അതായത് ഓരോ അതോറിറ്റി സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ആരും തന്നെ വർക്കേഴ്സിനെ പറഞ്ഞില്ല. പക്ഷെ നിയോ ക്ലാസിക്കൽ തിയറീസിലേക്ക് വന്നപ്പോ എന്താ പറഞ്ഞത്? നിയോ ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ പറഞ്ഞത് ഇതൊന്നും കൊണ്ട് വർക്കേഴ്സ് പണിയെടുക്കത്തില്ല. ബിക്കോസ് വർക്കേഴ്സ് ആർ ദ എലമെന്റ്സ്, അല്ലെങ്കിൽ കോമൺ, അല്ലെങ്കിൽ വർക്കേഴ്സ് ആർ ദ pillars, base pillars of the organization. Without workers, the organization cannot achieve any goals എന്ന് എന്ത് ചെയ്തു? ഈ തിയറിസ്റ്റുകൾ പറഞ്ഞു. സോ വർക്കേഴ്സ് നീഡ് സോഷ്യൽ നീഡ്സ്. അപ്പോ ഹ്യൂമൻ ഫാക്ടറിലേക്ക് അറ്റൻഷൻ പോയി എന്ന സാലിയൻ ഫീച്ചർ ഉള്ള തിയറി ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നിയോ ക്ലാസിക്കൽ തിയറി. So this attention was to serve as a precursor to the development of behavioral science. ഇത് കഴിഞ്ഞിട്ടാണ് ബിഹേവിയറൽ സയൻസ് വരുന്നത്.
അതായത് വർക്കേഴ്സിന്റെ ബിഹേവിയറും ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ്സും ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നടക്കുന്നത് ബിഹേവിയറൽ സയൻസിന്റെ സമയത്താണ്. സോ അതിനു വേണ്ടിയുള്ള ആ ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിലേക്കുള്ള ഒരു പ്രീകേഴ്സർ ആണ് നിയോ ക്ലാസിക്കൽ തിയറി. ഇവിടം മുതലാണ് വർക്കേഴ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ദിസ് പീരീഡ് ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഫ്രം ദ സ്ട്രക്ചർ ആൻഡ് എഫിഷ്യൻസി ഓഫ് വർക്ക് ടു ദ ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് മാനേജ്മെന്റ്. കണ്ടോ, ഇതാണ് കീ പോയിന്റ്. മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി നമ്മൾ ഇത്ര നേരം ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഹെൻറി ഫയോൾ ആയിക്കോട്ടെ, FW ടൈലർ ആയിക്കോട്ടെ, പീറ്റർ ഡ്രക്കർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാക്സ് വെബർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും മാനേജ്മെന്റ് എഫിഷ്യൻസി കൂട്ടാനുള്ള വഴിയാണ് പറഞ്ഞതെങ്കിൽ നിയോ ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ പറഞ്ഞ എന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞത് എന്താണ്? ഹ്യൂമൻ ഫാക്ടറിലേക്ക് ഷിഫ്റ്റ് ആയി. മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിയിൽ നിന്നും ഒരു സഡൻ ഷിഫ്റ്റ് ഇങ്ങോട്ട് പോയി, ഹ്യൂമൻ ആസ്പെക്റ്റിലേക്ക്. ഓക്കെ, അപ്പൊ അവിടെ വന്നതാണ് എൽട്ടൺ മേയോടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. നമ്മുടെ നിയോ ക്ലാസിക്കൽ തിയറിയില് എൽട്ടൺ മേയോടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്താണ് പറഞ്ഞത്? ഇറ്റ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദ വർക്ക് പ്ലേസ്. ഇവിടെ പറഞ്ഞത്, എൽട്ടൺ മേയോ പറഞ്ഞത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിന് ഒരു മനസമാധാനം വേണം അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെ? The Hawthorne experiment highlighted that factors like attention, group dynamics, and communication could significantly impact worker productivity എന്ന് പറഞ്ഞു. അതായത് ആ സമയത്ത്, അതായത് നിയോ ക്ലാസിക്കൽ തിയറിയുടെ സമയത്ത് ഹോത്രോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ഒരു ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്തു. അതായത് ഏതൊക്കെ എൻവയോൺമെന്റിലാണ് വർക്കേഴ്സിന് അവരുടെ ഫുള്ള് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഒരു എക്സ്പെരിമെന്റ് നടന്നു. ആ എക്സ്പെരിമെന്റിൽ പറയുന്നത് വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരൊരു സ്ലേവ് ആയിട്ട് കാണാൻ പാടില്ല. മാനേജേഴ്സ് കൃത്യമായിട്ട് വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർക്ക് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അവർക്ക് വർക്കേഴ്സിന്റെ ഇടയിൽ അവർക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അവരുടെ വർക്കിൽ അറ്റൻഷൻ കൊടുക്കണം, അവരൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതൊക്കെ എന്തിൽ പറഞ്ഞു? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറഞ്ഞു. ബിക്കോസ് വർക്കേഴ്സ് ആർ ദ മെയിൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ വർക്കേഴ്സ് ആർ ദ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ അതേഴ്സ് ആണ്. അതായത് നമ്മൾ കൃത്യം ഒരു നല്ല മാനേജ്മെന്റ് വേണമെങ്കിൽ നമ്മൾ വർക്കേഴ്സിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കണം. അപ്പൊ വർക്കേഴ്സിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കണമെങ്കിൽ അവിടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറയുന്നത് പോലെ എന്ത് വേണം? സ്ട്രെസ് ഫ്രീ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ വർക്ക് എൻവയോൺമെന്റ് എംപ്ലോയീസിന് ക്രിയേറ്റ് ചെയ്യണം. ദിസ് അപ്രോച്ച് സ്ട്രെസ്ഡ് ദ നീഡ് ഫോർ മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്രസ് എംപ്ലോയീസ് നീഡ്സ് ആൻഡ് ഫോസ്റ്റർ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഇവിടെയാണ് പറഞ്ഞത് മാനേജേഴ്സ് എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടെ അവരുടെ ഇടയിൽ, മാനേജേഴ്സിന്റെ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ കൊണ്ടുവരണം. ഈ നെക്സ്റ്റ് സ്കൂളാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. നെക്സ്റ്റ് പറയുന്നത് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് built upon the human relation movement by applying concepts from psychology, sociology and anthropology to understand and predict employee behavior. ഇവിടെ എല്ലാം എടുത്ത് പഠിച്ചിട്ടുണ്ട്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിന്റെ സമയത്ത് എന്തോ എടുത്ത് പഠിച്ചു? സൈക്കോളജിയും ആന്ത്രോപോളജിയും സോഷ്യോളജിയും ഒക്കെ എന്ത് ചെയ്തു? എടുത്ത് പഠിച്ച് എംപ്ലോയീസിന്റെ ബിഹേവിയർ കറക്റ്റ് ആയിട്ട്, എംപ്ലോയീസിന്റെ ബിഹേവിയർ എങ്ങനെ ശരിയാക്കി ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ള പഠനം നടന്നത് ഈ സമയത്താണ്. ദിസ് അപ്രോച്ച് എക്സ്പ്ലോർസ് ടോപ്പിക് ലൈക്ക് മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. ഇവിടെയാണ് വർക്കേഴ്സിന് മോട്ടിവേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ പറഞ്ഞ എന്താണ്? വർക്കേഴ്സിന് കൂടുതൽ സ്ട്രെസ് ഫ്രീ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിലാണ് വർക്കേഴ്സിന്റെ ബിഹേവിയർ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബിഹേവിയർ മാറ്റിയെടുക്കാമെന്ന് അവരെ നല്ല മനസ്സിലാക്കി നല്ല കുട്ടിയാകണം എന്ന് അങ്ങനെയല്ല പറയുന്നത്. ഓർഗനൈസേഷൻ ഗോൾ ഉണ്ട്, ആ ഗോളിലേക്ക് വർക്കേഴ്സിനെ എത്തിക്കണം, വർക്കേഴ്സിന് മോട്ടിവേഷൻ കൊടുക്കണം. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ പറ്റുമെന്ന് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച്. മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച് നമ്മളിവിടെ ഏകദേശം 4 സ്കൂൾ ഓഫ് തോട്ട് പഠിച്ചു കേട്ടോ. നമ്മൾ ഇയർലി പെർസ്പെക്റ്റീവ് കഴിഞ്ഞു, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി കഴിഞ്ഞു, നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് കഴിഞ്ഞു, ബിഹേവിയറൽ സയൻസ് അപ്രോച്ചും കഴിഞ്ഞു. ഇനി അടുത്തത് മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച് ആണ്. 5ാമത്തെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 5ാമത്തെ നോക്കാം.
മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച്, അഞ്ചാമത്തെ തിയറി. It emphasizes research on operations and use of quantitative techniques to aid managers to take decisions. ഇവിടെ ഈ ഒരു മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ചിൽ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, മാനേജേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എടുക്കണം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. വീണ്ടും മാനേജ്മെന്റിലേക്ക് ശ്രദ്ധ പോയി. അതായത് നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ചിന്റെ സമയത്തായിരുന്നാലും നിയോ ക്ലാസിക്കൽ തിയറിയുടെ സമയത്തായിരുന്നാലും ഹ്യൂമണിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പോയതെങ്കിൽ, ഇവിടെ മാനേജ്മെന്റ് സയൻസ് ഓപ്പറേഷൻ റിസർച്ചിലേക്ക് വന്ന സമയത്ത് മാനേജേഴ്സിനോട് പറയുകയാണ് അവർ ഡിസിഷൻ എടുക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ ബേസിലായിരിക്കണം എന്ന് പറഞ്ഞൊരു ഫേസ് ആണ് മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, മോഡേൺ മാനേജ്മെന്റ്, ദ പ്രസന്റ് മാനേജ്മെന്റ്, ഈ സമയത്തെ മാനേജ്മെന്റ്. ഇറ്റ് സീസ് മോഡേൺ ഓർഗനൈസേഷൻ ആസ് complex system and underlies contingency approach and use of modern techniques to solve organizational and human problems. മോഡേൺ മാനേജ്മെന്റിലേക്ക് എത്തിയപ്പോ അവരെന്താ പറഞ്ഞത്? മോഡേൺ മാനേജ്മെന്റ് എത്തിയപ്പോ മാനേജ്മെന്റിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നാലും ഹ്യൂമൻ പ്രോബ്ലംസ് പരിഹരിക്കാനായിരുന്നാലും നമ്മൾക്ക് എന്താവശ്യമാണ്? മോഡേൺ ടെക്നിക് ആവശ്യമാണ്. മനസ്സിലായോ? മോഡേൺ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് സിസ്റ്റം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അടിക്കടി മാറ്റം. നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ AI ആണ് കണ്ടത്, അല്ലെ? നമ്മളെല്ലാം കാണുന്ന ഈ ലോകത്തില് AI ആണുള്ളത്. ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഇതെല്ലാം ബിസിനസ്സിലേക്ക് കടന്നു വരും. ലോകത്ത് ടെക്നിക്കലി ആയിരുന്നാലും മറ്റ് മേഖലയിലൊക്കെ എന്ത് മാറ്റം വന്നിരുന്നാലും അത് ബിസിനസിനെ അഫക്ട് ചെയ്യും, ഓർഗനൈസേഷൻസിനെ അഫക്ട് ചെയ്യും. സോ അപ്പൊ മോഡേൺ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ് ആൻഡ് അണ്ടർലൈസ് കണ്ടിജൻസി അപ്രോച്ച്. നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിജൻസി മീൻസ് നമുക്കൊരു എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അപ്രോച്ച് മോഡേൺ മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ സമ്മറി, the evolution of management thought has moved from a focus on efficiency and structure. നമ്മൾ ഇതിന്റെയൊക്കെ സമ്മറി 6 സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ പഠിച്ചു. സമ്മറി ആയിട്ട് പറയുവാണെങ്കിൽ മാനേജ്മെന്റ് എവല്യൂഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനേജ്മെന്റ് തോട്ട് മൂവ്ഡ് ഫ്രം ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് സ്ട്രക്ചർ. ആദ്യത്തെ നമ്മുടെ മാനേജ്മെന്റ് നമ്മള് ക്ലാസിക്കൽ തിയറി മുതൽ പഠിച്ചു വന്നത് മാനേജ്മെന്റ് എങ്ങനെ എഫിഷ്യന്റ് ആക്കാം, മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ എങ്ങനെ ക്ലിയർ ആക്കാം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ എഫിഷ്യൻസിയിൽ നിന്നും സ്ട്രക്ചറിൽ നിന്നും ഹ്യൂമൻ ഫാക്ടറിലേക്ക് വന്നു, അല്ലെ? നിയോ ക്ലാസിക്കൽ തിയറിയിലേക്ക് വന്നപ്പോ മാനേജ്മെന്റിന്റെ ഫോക്കസ് ഹ്യൂമൻ ഫാക്ടറിലേക്ക് വന്നു. പിന്നീട് മോഡേൺ മാനേജ്മെന്റിലേക്ക് വന്നപ്പോ ഡൈനാമിക് ഇന്റർപ്ലേയിലേക്ക് വന്നു, അല്ലെ? ഡൈനാമിക് ഇന്റർപ്ലേ, അതായത് മാറി വരുന്ന കാലത്തിനനുസരിച്ച്, അതായത് മോഡേൺ മാനേജ്മെന്റ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. സോ അവിടെ എന്തു സംഭവിക്കാം, അതിന് മാനേജേഴ്സ് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണമെന്നും, മോഡേൺ മാനേജ്മെന്റ് എംഫസൈസ് അഡാപ്റ്റബിലിറ്റി, continuous improvement and a holistic understanding of organizational complexities. കണ്ടോ? മോഡേൺ മാനേജ്മെന്റ് ക്ലാസിക്കൽ തിയറിസ്റ്റുകളോ നിയോ ക്ലാസിക്കൽ തിയറിസ്റ്റുകളോ പറയാത്തൊരു കാര്യം പറഞ്ഞു, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഏതൊരു സാഹചര്യത്തെയും അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. മാത്രമല്ല മാനേജേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് അവരുടെ മേഖലയിൽ വരുത്തിക്കൊണ്ടിരിക്കണം. ഹോളിസ്റ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷനിൽ എന്തൊക്കെ കോംപ്ലക്സിറ്റീസ് ഉണ്ടായിരിക്കാമെന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും മാനേജേഴ്സിന് ഉണ്ടായിരിക്കണമെന്ന് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണോ ഈ കാര്യങ്ങള്? അപ്പൊ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യം കംപ്ലീറ്റ് ചെയ്തു. ഡെഫിനേഷനും എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റും ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ഞാനിപ്പോ നിങ്ങളോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ ഡൗട്ട് ചോദിച്ചില്ലേ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, എന്നാ ഒന്ന് പറഞ്ഞേ, ഹെൻറി ഫയോളും FW ടൈലറും ഏത് തിയറിയുടെ സമയത്തുള്ള ആൾക്കാരാണ്? ഒരാൾ മാത്രമാണ് ആൻസർ പറഞ്ഞത്. യെസ്, ക്ലാസിക്കൽ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു PQ ആണേ. ഇതൊരു PQ ആണ് ഞാൻ ചോദിച്ചത്. ഇനി ഹ്യൂമൻ ഫാക്ടറിലേക്ക് ഫോക്കസ് പോയത് ഏത് തിയറിയുടെ സമയത്താണ്? ഹ്യൂമൻ ഫാക്ടറിലേക്ക് ഫോക്കസ് പോയത് ഏത് തിയറിയുടെ സമയത്താണ്? യെസ്, നിയോ ക്ലാസിക്കൽ. ഓക്കെ, നിയോ ക്ലാസിക്കൽ തിയറിയുടെ സമയത്താണ് ഹ്യൂമൻ ഫാക്ടറിലേക്ക് ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമന്റെ ബിഹേവിയർ, അതായത് ഈ ഒരു ആന്ത്രോപോളജിയും സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ എടുത്ത് പഠിച്ച് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അത് ഏത് അപ്രോച്ചിന്റെ സമയത്താണ്? സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഒക്കെ പഠിച്ച് മോട്ടിവേഷൻ ആണ് ആളുകൾക്ക് വേണ്ടത്, മോട്ടിവേഷൻ യൂസ് ചെയ്ത് വർക്കേഴ്സിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്ന് പറഞ്ഞത് ഏത് തിയറിയുടെ സമയത്താണ്? ബിഹേവിയറൽ അപ്രോച്ചിന്റെ സമയത്താണ് കേട്ടോ. യെസ്, ബിഹേവിയറൽ അപ്രോച്ചിന്റെ സമയത്താണ്. കറക്റ്റ് ആണ് ഹന, ബിഹേവിയറൽ അപ്രോച്ചിന്റെ സമയത്താണ് അത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെച്ചത്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. മറന്നുപോയല്ലോ. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ക്ലാസിക്കൽ തിയറിയിലെ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ക്ലാസിക്കൽ തിയറിയിലെ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? യെസ്, ഗുഡ്, മാക്സ് വെബർ. So who introduced 14 principles of management? Who introduced 14 principles of management? Yes, good, Shifana. Good. Ade, Ayana, good. Ini, who is known as father of scientific management? Who is known as father of scientific management? Yes, Navneet, correct. Taylor. Aina, correct. Shifana, good. Muhammad, correct. Taylor. Ini, who is the first and foundation function of management? What is the first and primary function of management? അത് നിങ്ങൾ പഠിച്ചില്ല. ഞാൻ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ. പക്ഷെ ഷിഫാന പറഞ്ഞു പ്ലാനിങ്. യാ, ഗുഡ്. പ്ലാനിങ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും അത് പഠിക്കുന്നത്. പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. ഇനി മാനേജ്മെന്റ് 5 ഫംഗ്ഷനും കൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. മാനേജ്മെന്റ് പ്ലാനിങ് കഴിഞ്ഞ ഏതാ? പ്ലാനിങ് കഴിഞ്ഞ ഏതാ? പോരട്ടെ. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ മാനേജ്മെന്റ് പഠിക്കുന്ന സമയം വരെ ആ 5
ഫങ്ഷൻസും ഹൃദയത്തിൽ കൊത്തിവെച്ചോ. കോർഡിനേറ്റ്സ് അല്ല നവനീതേ, ഓർഗനൈസിങ്. പ്ലാനിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസിങ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സ്റ്റാഫിങ്. അത് കഴിഞ്ഞ് ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. പേടിക്കണ്ട. നമ്മൾ ഫങ്ഷൻസിൽ ഇത് അരച്ചു കലക്കി പഠിക്കും. നിങ്ങൾക്ക് ഒന്നും ഇല്ലാതിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ബേസ് ആയില്ലേ? ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും എന്താണ് മാനേജ്മെന്റ് എന്നും മാനേജ്മെന്റ് എങ്ങനെ ഇയർലി പീരീഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാണുന്ന മോഡേൺ മാനേജ്മെന്റിലേക്ക് ഇവോൾവ് ആയി വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ചെറിയ കാര്യമെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തക്ക ആ ഒരു ബേസ് ഉണ്ടായില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് പഠിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ഒക്കെ നന്നായിട്ട് പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. ഒന്നുമില്ല, സിമ്പിൾ സാധനങ്ങൾ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ. നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്നതിന്റെ അർത്ഥം ഞാൻ അത്രയ്ക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചെന്നാണോ? അതോ നിങ്ങൾക്കൊന്നും മനസ്സിലായി? രണ്ട് കാര്യം സംഭവിക്കുമ്പോഴാണ് സാധാരണ കുട്ടികൾക്ക് ഡൗട്ട് ഇല്ലാതിരിക്കുക. ഒന്നുകിൽ ക്ലാസ് അത്ര അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിൽ രണ്ടും ഏതാണെന്ന് ഞാൻ വിശ്വസിക്കണം? പറ, നിങ്ങൾ തന്നെ പറ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ഞാൻ ക്ലിക്ക് ചെയ്ത് സമാധാനത്തോടു കൂടി പോവുകയാണ്. ക്ലാസ്സിൽ തരുന്ന നോട്ട്സ് വായിച്ചു നോക്കണം. ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാം. നോട്ട്സ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് ചോദിക്കാനായിട്ട് മറക്കണം. നെക്സ്റ്റ് ക്ലാസ് നാളെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.